ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോവാം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ മുടങ്ങി. ആശുപത്രിയിലേക്കുള്ള ശുദ്ധജല ടാങ്കിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തതിനെ തുടർന്നാണ് ഓപ്പറേഷൻ തിയേറ്റർ അടച്ചത്. പുതിയ പരിശോധനാ റിപ്പോർട്ട് വന്നാൽ മാത്രമേ ശസ്ത്രക്രിയ പുനരാരംഭിക്കാൻ കഴിയൂ എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വഴിയാണ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് കുടിവെള്ളം എത്തുന്നത്. ആശുപത്രിയിൽ 30-ലേറെ ജലസംഭരണികളുമുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കുടിവെള്ളം എത്തുന്ന ടാങ്കിലെ ജലസാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് ഉയർന്ന അളവിൽ കോളിഫാം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതോടെ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചു. നേരത്തെ തീരുമാനിച്ച 50-ലേറെ ശസ്ത്രക്രിയകൾ മാറ്റി. ഇതിൽ അടിയന്തര സാഹചര്യമുള്ളത് മറ്റാശുപത്രിയിലേക്കും റഫർ ചെയ്തു. പുതിയ പരിശോധനാ റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഓപ്പറേഷൻ തിയേറ്റർ തുറന്ന് പ്രവർത്തിക്കൂവെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എല്ലാ മാസവും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും വെള്ളം ടെസ്റ്റിന് അയക്കാറുണ്ട്. അങ്ങനെ ജൂൺ മാസം 17-ാം തീയതി ഓപ്പറേഷൻ തിയേറ്ററിലെ കുടിവെള്ള ടാപ്പിൽ നിന്ന് അയച്ച വെള്ളത്തിൻ്റെ റിസൾട്ട് ഇന്നലെയാണ് കിട്ടിയത്. അതിനകത്ത് കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഇനി ആ ടെസ്റ്റ് വീണ്ടും ഒന്നുകൂടെ ചെയ്യും. ടാങ്ക് ക്ലീൻ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശസ്ത്രക്രിയ മുടങ്ങിയതോടെ വാട്ടർ അതോറിറ്റി ജീവനക്കാർ ആശുപത്രിയിൽ പരിശോധന നടത്തി. വെള്ളത്തിന്റെ പുതിയ സാമ്പിളുകളും ശേഖരിച്ചു. കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളിൽ നിന്നുള്ള വെള്ളം നമ്മൾ ഇപ്പം സാമ്പിൾ എടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ എല്ലാ കൊടുക്കുന്ന വെള്ളം നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത് തന്നെ. അപ്പം അന്ന് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൽ വ്യക്തമായ ക്ലോറിൻ കണ്ടന്റും ഒക്കെ ഉള്ളത് തന്നെയാണ്. ജലസംഭരണിയുടെ ശുചീകരണം 3 മാസത്തിലൊരിക്കൽ നടത്താറുണ്ടെന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം. വെള്ളത്തിൽ കോളിഫാം ബാക്ടീരിയ എത്തിയത് എങ്ങനെയെന്ന് പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പും അറിയിച്ചു. 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.